സിപിഐയെയും അൻവറിനെയും തള്ളി അജിത്തിനും ശശിക്കും മുഖ്യമന്ത്രിയുടെ ക്ലീൻ ചീറ്റ്. DGP നടത്തുന്ന അന്വേഷണം ഇതോടെ അപ്രസക്തം. അന്വേഷണത്തിലിരിക്കുന്ന 2 ആരോപണങ്ങൾ കളവ്, 6 മാസത്തെ വിജിലൻസ് അന്വേഷണം, പ്രാഥമിക പരിശോധന മാത്രം. RSS ബന്ധം അജിത്തിന്റെ സ്വകാര്യ ആവശ്യത്തിനെന്ന് വരുത്തി തീർക്കും. RSS കൂടിക്കാഴ്ച പരിശോധിക്കാമെന്നും നടപടി സ്വീകരിക്കാമെന്നുമുള്ള ഘടകകക്ഷി ആവശ്യങ്ങൾക്ക് പരിപൂർണ അവഗണന. കേരളത്തെ നടുക്കിയ ആരോപണങ്ങളെ സർക്കാർ നേരിടുന്നത് ഇങ്ങനെയൊക്കെയാണ്. RSS കൂടിക്കാഴ്ചയിലെ രാഷ്ട്രീയ ശരികേട് CPIയും RJDയും പരസ്യമായി ഉന്നയിച്ചിട്ടും വിശ്വസ്തനായ ADGP അജിത് കുമാറിനെ കൈവിടാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് മുന്നണിയിൽ ആകെ കലുഷിതമായ നീക്കമുണ്ടാക്കും. മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞിട്ടും PV അൻവർ വെല്ലുവിളി അവസാനിപ്പിക്കുന്നില്ല എന്നത് മുന്നണിയെയും സർക്കാരിനെയും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. RSS ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി എന്തിന് ഇത്രത്തോളം സാഹസത്തിന് തയ്യാറാകുന്നെന്ന ചോദ്യം CPMലുമുണ്ട്. RSS ബന്ധമുള്ള ഉദ്യോഗസ്ഥർ ഇടത് സർക്കാരിൽ പോലീസിന്റെ സുപ്രധാന പദവിയിൽ തുടരാൻ പാടില്ല എന്നത് മുന്നണി യോഗത്തിൽ CPIയും RJDയും ഉന്നയിച്ച ആവശ്യം മുഖ്യമന്ത്രി തള്ളിയിരുന്നു. ഇതോടെ നിർബന്ധിതാവസ്ഥയിൽ നിലപാട് പരസ്യമായി പറഞ്ഞിട്ടും വഴങ്ങാൻ തയ്യാറല്ലെന്ന സന്ദേശമാണ് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നൽകിയത്. ഇതോടെ അജിത് കുമാർ ചുമതലയിൽ തുടരുവോളം CPIയും RJDയും പൊതുസമൂഹത്തിന് മുന്നിൽ മുഖം നഷ്ടപ്പെട്ട നിലയിലായി. RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ADGP MR അജിത് കുമാറിനെ എത്രയും പെട്ടെന്ന് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന നിലപാട് CPI കടുപ്പിക്കുമ്പോൾ അതിനെ അനുകൂലിച്ച് LDF ഘടകകക്ഷി കൂടിയായ RJDയും രംഗത്തെത്തിയിരുന്നു. ADGPയെ മാറ്റുകയെന്നതായിരുന്നു ഇടതുമുന്നണി സർക്കാർ ചെയ്യേണ്ടിയിരുന്നതെന്നും നടപടി ഇല്ലാത്തത് ദുരൂഹമാണെന്നും RJD വ്യക്തമാക്കിയിരുന്നതാണ്. കൂടിക്കാഴ്ചയെ കേവലം അജിത് കുമാർ വിഷയമായി ചുരുക്കാതെ സമഗ്രമായ രാഷ്ട്രീയ വിഷയമായി പരിഗണിക്കുകയാണ് CPM ചെയ്യേണ്ടതെന്ന് RJD ജനറൽ സെക്രട്ടറിയായ വർഗീസ് ജോർജ് മറ്റൊരു മാധ്യമത്തോട് പറഞ്ഞതാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു വോട്ട് ലഭിച്ചത് ഏത് മുന്നണിയിൽ നിന്നാണ് എന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും RSS കേരള സമൂഹത്തിൽ ശക്തമായി കടന്നുകയറുന്നത് മനസ്സിലാക്കാതെയാണ് ADGP കൂടിക്കാഴ്ചയെ CPM വിലയിരുത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയെ കണ്ടത് എന്തിനെന്ന് കേരളത്തിന് അറിയാൻ ആകാംക്ഷയുണ്ടെന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം ആദ്യമേ പ്രതികരിച്ചതാണ്. RSSന്റെ മേധാവിയുമായി കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് എന്ത് കാര്യങ്ങളാണ് പറയാനുള്ളതെന്നും അദ്ദേഹം മുൻപേ ചോദിച്ചിരുന്നു. എന്നാൽ സംഭവത്തിൽ ഗോവിന്ദൻ മാഷിന്റെ അവസാനത്തെ പ്രതികരണം വരുന്നത് ഇപ്രകാരമാണ്. PV അൻവർ MLAയുടെ ആരോപണങ്ങളിൽ പ്രതികരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വരുമ്പോൾ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കേണ്ട ആവശ്യം സർക്കാരിനും പാർട്ടിക്കും ഇല്ല എന്ന് തന്നെ അദ്ദേഹം ഊന്നി പറയുകയാണ്. ആരോപണങ്ങളിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കും. വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് മാധ്യമങ്ങളാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നുണ്ട്. വിവാദങ്ങൾ സൃഷ്ടിക്കാൻ മാധ്യമങ്ങൾ എല്ലാ കാലത്തും ശ്രമിച്ചുവെന്നും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും വിവാദങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു മാധ്യമങ്ങൾ ചെയ്തതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മുന്നണിയിലും പരസ്യ പ്രതികരണത്തിലേക്ക് കടന്ന ഘടകകക്ഷികൾ RJDയും CPIയും തന്നെയാണ്. നിരന്തരമായി വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടും CPIക്ക് മറുപടി നൽകാൻ തയ്യാറാകാത്ത മുഖ്യമന്ത്രിയെ തിരുത്താൻ തയ്യാറാകാത്ത CPMും മുന്നണിയിലെ കോളിളക്കങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ CPI മുന്നണി മാറ്റ സൂചന നൽകുന്നുണ്ട്. CPI പ്രത്യക്ഷത്തിൽ പറഞ്ഞില്ല എങ്കിലും അത്തരമൊരു ചർച്ച CPIക്കുള്ളിൽ സജീവമാണ് എന്നുള്ളതും CPIയെ സ്വാഗതം ചെയ്യാൻ UDF തയ്യാറാണ് എന്നുള്ളതും പലപ്പോഴേ പ്രകടമായതുമാണ്. എന്നാൽ യോഗത്തിനിടയിലെ കേവലം ഒരു തമാശ മാത്രമായിരുന്നു മുന്നണി മാറ്റം എന്നതാണ് ഇക്കാര്യത്തിൽ ബിനോയ് വിശ്വം നൽകിയ വിശദീകരണമെങ്കിലും അത്തരമൊരു ചർച്ച പോലും യോഗത്തിൽ നടന്നു എന്നത് ശ്രദ്ധേയം തന്നെയാണ്. CPMനോടൊപ്പം കൂടി CPIയുടെ ധാർമ്മിക ബോധം പോലും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥയിലാണ് എന്നും CPIക്ക് അസ്തിത്വം വീണ്ടെടുക്കണമെങ്കിൽ CPMുമായുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കണമെന്നും ലീഗും MM ഹസനും പരസ്യ പ്രതികരണവും നടത്തിയിരുന്നു. മാത്രമല്ല ദിവസങ്ങൾക്ക് മുൻപാണ് MM ഹസൻ CPI UDFിലേക്ക് ക്ഷണിക്കും വിധത്തിലുള്ള ചില പരാമർശങ്ങളും നടത്തിയത്. പലപ്പോഴായി CPIക്ക് മേൽ ഏൽക്കുന്ന ഇത്തരത്തിലുള്ള പ്രഹരങ്ങളെല്ലാം തന്നെ അതുകൊണ്ട് ഒരു മുന്നണി മാറ്റ സൂചന നൽകുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ CPI മാറിക്കഴിഞ്ഞാൽ CPMന്റെയും LDFന്റെയും അവസ്ഥ എന്താകുമെന്നുള്ള കാര്യവും CPM നേതൃത്വം ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും. ഇനി RJDയിലേക്ക് വന്നാൽ MV ശ്രേയംസ്കുമാർ നയിക്കുന്ന കേരളത്തിലെ RJD ഘടകം LDF വിട്ടേക്കുമെന്ന സൂചന മുൻപേ തന്നെ നൽകിയിരുന്നതാണ്. മുന്നണിയിൽ കാര്യമായ പരിഗണന ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് LDF ഇടാനുള്ള തീരുമാനത്തിലേക്ക് RJD എത്തിയിരുന്നത്. UDFിൽ ചേരണമെന്നാണ് RJDയിലെ വലിയൊരു വിഭാഗം നേതാക്കളുടെയും പ്രവർത്തകരുടെയും താല്പര്യമുണ്ടായിരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ RJD LDF വിട്ട് UDFിൽ ചേർന്നേക്കുമെന്നുള്ള സൂചനകളും പുറത്തു വന്നിരുന്നു. മുൻപേ രാജ്യസഭാ സീറ്റുകൾ CPIക്കും കേരള കോൺഗ്രസ് എമ്മിനും നൽകാൻ LDF തീരുമാനിച്ചതാണ് RJD പ്രകോപിപ്പിച്ചിരുന്നത്. രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ CPM മാന്യത കാട്ടിയില്ല എന്നായിരുന്നു RJDയുടെ ആരോപണം.
LDF-ലേക്ക് വലിഞ്ഞു കയറി വന്നവരല്ല RJD എന്നും ശ്രേംസ് കുമാർ പറഞ്ഞിരുന്നു. തുടക്കം മുതലേ തന്നെ മുന്നണിയിൽ നിന്നും അവഗണന നേരിടുന്നുണ്ട് എന്നും അർഹതപ്പെട്ട മന്ത്രിസ്ഥാനം പോലും തരാത്തത് കടുത്ത അവഗണനയാണ് എന്നും RJD ആരോപിച്ചിരുന്നു. ശേഷം ഈ നീക്കം കൂടിയായപ്പോൾ അസ്വസ്ഥത കൂടിയെന്നും വിലയിരുത്താം.